എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്ലാവില ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടുക്കളയിൽ നല്ല തിരക്കിലാണ് കേട്ടോ. ഗ്യാസ് സ്റ്റൗവിലൊക്കെ എത്രയും പെട്ടെന്ന് പാചകം ചെയ്യാമെങ്കിലും വിറകടുപ്പിൽ പാചകം ചെയ്യുന്നതിൻ്റെ ആ ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ആ പുകമണവും മൺചട്ടിയിലെ രുചിയും ഒക്കെ ഓർക്കുമ്പോൾ തന്നെ കൊതിയാകും അല്ലേ. അടുപ്പിലേക്ക് ഞാൻ തീ കത്തിച്ച് ഒരു ചരുവം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് മറിയുകയാണ്. അപ്പോഴേ ഇന്നത്തെ സ്പെഷ്യൽ വിഭവം എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വാ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഈ പഴമയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കിയാലോ. വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ. ഇന്നലെ രാത്രി ഒരു 11 മണിയായപ്പോഴേ ഞാനങ്ങ് മറന്നുപോയിരുന്നു കപ്പ വെള്ളത്തിലിടാൻ. പിറ്റേ ദിവസം രാവിലെ വേണം. അപ്പോഴേ ഞാൻ ഒരു 11 മണിയായപ്പോഴാണ് ഈ കപ്പ വെള്ളത്തിലിട്ടത്. ഇത് വാട്ടുകപ്പയാണ് കേട്ടോ. അപ്പോഴേ ഇത് നമുക്ക് നുറുക്കിയാണ് കിട്ടുന്നത്. നല്ല വൃത്തിയുള്ള കപ്പയാണ്, നല്ല വൃത്തിയായിട്ട് ഉള്ളതാണ്. മണ്ണോ പൊടിയോ ചെളിയോ ഒന്നുമില്ല, നല്ല ക്ലീനായിട്ടിരിക്കുന്ന കപ്പയാണിത്. അതുപോലെ തന്നെ പെട്ടെന്ന് വേവും കൂടുതലൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കയ്പൊന്നുമില്ലാത്ത നല്ല ഒന്നാന്തരം കപ്പയാണിത്. അപ്പോഴെന്നാലും അവരരിഞ്ഞതുപോലല്ല, നമുക്കും ഒന്ന് ചെറുതായിട്ട് അതൊന്ന് ഒടിച്ചിടണമല്ലോ. അപ്പം കുതിർന്നപ്പം ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒളിച്ചിടുകയാണ്. നല്ല വൃത്തിയുള്ള കപ്പ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ കപ്പ. അപ്പോൾ നല്ല മീൻ കറിയോ മീൻ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ വളരെ ടേസ്റ്റുള്ളതാണ്. അമ്മയ്ക്കാണെങ്കിലുണ്ടല്ലോ ഈ പലഹാരങ്ങളോ ഒന്നും ഇഷ്ടമല്ല. അമ്മയ്ക്ക് കുറേ ചക്ക, കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതിനു മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ. അങ്ങനെയൊക്കെയുള്ള ആഹാരമാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം അമ്മയ്ക്ക് വേണ്ടി, അമ്മ പ്രായമുള്ള അമ്മയല്ലേ, അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് മക്കളായ നമ്മൾ ചെയ്ത് കൊടുക്കാവുന്നത് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം അമ്മയുടെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വീട്ടിൽ എന്താണെങ്കിലും വെച്ച് കൊടുക്കുന്നത്. ഒത്തിരി ചെറുപ്പത്തിലെ നമ്മളെയും അതുപോലെ കഷ്ടപ്പെട്ട് അവർ നോക്കിയിട്ടുള്ളതല്ലേ. അപ്പം അവർ ഈ പ്രായമായിരിക്കുന്ന അവസരത്തിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് എനിക്കിഷ്ടവും. അപ്പോഴേ ഈ കപ്പയെല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട്. അത് 1-2 പ്രാവശ്യം കഴുകി. അപ്പം കൂടുതൽ പ്രാവശ്യം ഒന്നും കഴുകണമെന്നില്ല. ഒന്നാമതേ അത് നല്ലതായിട്ട് കഴുകി ആണ് അത് വാട്ടിയെടുത്തിട്ടുള്ളത്. അത് തിളച്ച് വെന്ത കപ്പയാണ്, നല്ല വൃത്തിയായിട്ട് ഉള്ള കപ്പയായതുകൊണ്ട് അത് കൂടുതലായിട്ടൊന്നും കഴുകണമെന്നൊന്നുമില്ല. എങ്കിൽ തന്നെയാണേലും കുതിർത്തത് കൂടാതെ ഞാൻ 2-3 പ്രാവശ്യം കൂടെ കഴുകിയെടുത്തു. അപ്പോഴത്തേക്കിനും നമ്മുടെ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം തിളയ്ക്കാറായിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആ കപ്പ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോഴേ ഞാൻ ഇന്നലെ കുറച്ച് മീൻ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നെത്തോലി, അത് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഒന്നും ഞാൻ തോരൻ വെച്ചില്ല. ഇന്നപ്പം കപ്പയോ വല്ലതും എടുക്കുകയാണെങ്കിൽ അന്നേരം തോരൻ വയ്ക്കുക. മറ്റു കറികളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഇന്നലെ എടുത്തില്ല. അപ്പോഴേ ഞാൻ ആ മീൻ തോരന് വേണ്ടി തേങ്ങ ചിരവുകയാണ് ചെയ്യുന്നത്. മീൻ തോരന് വേണ്ടുന്ന ഇതൊക്കെ ഈ കപ്പ വേകുമ്പോഴത്തേക്കിന് അതിനങ്ങ് അരപ്പ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. മീൻ തോരന് ഞാൻ എല്ലാവർക്കും അറിയാവുന്നതുപോലൊക്കെയാണ് ഞാനും ചെയ്യുന്നത്. ഇത് അതിൻ്റെ അകത്ത് പച്ചമുളകിന് പകരം ഞാൻ കാന്താരിയാണ് മീൻ തോരനെടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, ഇഞ്ചി, പിന്നെ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ച് സ്വല്പം ഉലുവാപ്പൊടി, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയൊക്കെ ചേർത്താണ് ഞാൻ തയ്യാറാക്കിയത് തോരന്. അപ്പോഴേ നമ്മൾ നോക്കിയപ്പോഴേ കപ്പ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അങ്ങ് ഊറ്റി ഇടാം, അല്ലെങ്കിൽ ഞാൻ മീൻ തോരനൊക്കെ ചതച്ച് കൊണ്ട് വരുമ്പോഴത്തേക്കിന് കപ്പ വെള്ളത്തെ കൂടെ പോകുമെന്ന് എനിക്കറിയാം. അതാ പെട്ടെന്ന് വേകുന്ന കപ്പയാണ്.
ഇപ്പോഴും ഞാനതൊന്ന് ഊറ്റിയിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കണ്ട് മീൻ തോരനുള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയിലേക്ക് നമുക്കിനിയും പോകാം. ഇവിടെ മീൻ തോരന് വേണ്ടി ഞാൻ തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കാന്താരി, കുറച്ച് ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി. ഇപ്പോഴിതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ചതച്ചെടുക്കുക. ഞാൻ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട്, പറയാൻ വിട്ടുപോയി. കുടംപുളി എടുത്തു. അപ്പോൾ ഈ അരച്ചതൊക്കെ ഈ ചതച്ച് വെച്ചത് ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇട്ട് കൊടുത്തു. കൂടെ സ്വല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു. അപ്പം ആ വീഡിയോയിലേക്ക് പോകാം. ഇന്നിവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. തുള്ളി തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം രാവിലെ എണ്ണീറ്റപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു ഇന്ന് നടക്കാൻ പോകണം. കുറച്ച് ദിവസമായി നടക്കാൻ പോയിട്ട്. ഇപ്പോഴേ നല്ല വണ്ണം വെച്ച് വരിക. അപ്പം ഇച്ചിരി വണ്ണമൊക്കെ കുറയണമെങ്കിൽ നമ്മൾ നടന്നല്ല പറ്റുള്ളൂ. എന്നും കണ്ടൊക്കെ ഇരുന്നു. പക്ഷേ എണ്ണീറ്റ് വന്നപ്പോഴേ നല്ല മഴ. അപ്പം പോയില്ല. ഇപ്പോഴേ നമ്മുടെ മീൻ തോരനൊക്കെ റെഡിയാക്കി അടുപ്പയിലോട്ട് വെച്ചു. ഇനിയും അതിന് ശേഷം കപ്പയ്ക്ക് അരയ്ക്കാനുള്ളതെടുത്തു. കപ്പയ്ക്ക് ഞാൻ അരയ്ക്കുന്നത് പലയിടത്തും പല ദേശത്തും പല രീതിയിലല്ലേ അരയ്ക്കുന്നത്. ഞാനിവിടെ അരയ്ക്കുന്നത് പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി, സ്വല്പം ചുവന്നുള്ളി, കറിവേപ്പില, തേങ്ങ ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുകയാണ് പതിവ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പും ഈ അരപ്പും കൂടെ ഞാൻ കപ്പയിലോട്ടിട്ടു ഒന്ന് തിരിച്ച് മറിച്ച് കൊടുത്തു. അപ്പോഴത് സ്വല്പം നേരം ആ തീ എരിയുന്ന അടുപ്പിലോട്ട് തന്നെ വെച്ചു. ഒന്ന് അരപ്പ് വേകട്ടെന്നും വെച്ചു. പിന്നെ അതിന് ശേഷം നമ്മുടെ മീൻ തോരനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻ തോരൻ ഏകദേശമൊക്കെ വേകാറായിട്ടുണ്ട്. അപ്പോഴേ ചെറിയ തീയിട്ട് കൊടുത്തു. ചെറിയ തീയിലിരുന്ന് വേകട്ടെ. അധികം വെള്ളം ഒഴിച്ചിട്ടില്ല, കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. പക്ഷേ അത് തുറന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ വെള്ളം മീനിൻ്റെ പുറത്ത് വന്ന് കിടക്കുക. അപ്പോൾ നെത്തോലിയിലൊന്നും അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനല്ലേ. അപ്പോഴേ നമ്മുടെ തോരനൊക്കെ റെഡിയാക്കി ഞാൻ വാങ്ങിയെടുത്തു. പിന്നീട് ഞാൻ വെച്ചതെന്തറിയാമോ? കപ്പയ്ക്കകത്ത് ഞാൻ അരപ്പിട്ടിട്ട് ഞാൻ വറ്റിച്ചില്ലായിരുന്നു. ഉപ്പി പറ്റിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോഴേ അത് ഉപ്പി വറ്റിച്ചെടുത്ത് പിന്നെ അതൊന്ന് കുഴച്ചെടുത്തു. നല്ലതായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുത്തു. അപ്പം പല്ലില്ലാത്തവർക്കും കഴിക്കണം, അതിൻ്റെ കോലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ പല്ലെന്ന് പറയുന്നതില്ല, വെപ്പുവല്ലാണ് വെച്ചിരിക്കുന്നത്, പല്ലില്ല. അപ്പോഴേ അതുകൊണ്ട് നന്നായി ഞാൻ കുഴച്ചെടുത്തു. പിന്നീട് ഞാൻ വെച്ചിരിക്കുന്നേ നമ്മുടെ പഴമയിലേക്കല്ലേ പോകുന്നത്. പണ്ട് കാലത്തെ അമ്മനപ്പനെന്ന് അപ്പനമ്മമാരൊക്കെ അല്ലെ നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഈ കപ്പയുടെ കൂടെ അവർ കട്ടൻ കാപ്പിയായിരുന്നു. കട്ടൻ കാപ്പിക്ക് പകരം ഞാൻ സ്വല്പം പഞ്ചസാര ഇട്ടു. എനിക്ക് കട്ടൻ കുടിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. അപ്പം പാലൊഴിക്കാത്ത കാപ്പി ആയതുകൊണ്ട് ഞാൻ കട്ടൻ കാപ്പി എന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു. കട്ടൻ കാപ്പിയും നല്ല കപ്പ വേവിച്ചതും മീൻ തോരൻ, അതായത് നമ്മുടെ നെത്തോലി തോരനും. അപ്പോഴേ ഇന്നത്തെ ഈ ഭക്ഷണം ഒന്ന് കഴിക്കേണ്ടത് തന്നെയാണ്. അപ്പം പഴമയിലേക്ക് ഞാൻ ഒന്ന് പുറകിലോട്ട് പോയതാണ്. അപ്പോഴേ ആ ഭക്ഷണം ഇന്ന് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോഴേ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും കണ്ടിഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം ഹൈപ്പ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും
മറക്കല്ലേ. അപ്പോഴേ ഇനിയും ഇതുപോലൊക്കെയുള്ള വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോഴേ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട. ബൈ.